വാൾപ്പയറ്റ് പഠിക്കാനായി ഒരു ശിഷ്യൻ ഒരു ഗുരുവിനെ തേടി എത്തി. അയാൾ ഒരു സെൻ ഗുരു കൂടിയായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങയുടെ കൂടെ വാൾപ്പയറ്റ് പഠിക്കണമെങ്കിൽ എനിക്ക് എത്ര വർഷം എടുക്കും എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞൊരു 10 വർഷമെങ്കിലും പഠിച്ചാലേ നമുക്കതിനകത്തുനിന്ന് എക്സ്പേർട്ട് ആവാൻ കഴിയുള്ളൂ, മനസ്സിലാക്കി എടുക്കുവാനൊക്കെ നന്നായിട്ട് കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛന് തീരെ മേല, അദ്ദേഹം ഒരുപാട് രോഗിയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് വേണം എനിക്കിത് വന്ന് പഠിക്കുവാൻ. അങ്ങനെയാണെങ്കിൽ എത്ര വർഷം എടുക്കും എന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞൊരു 30 വർഷമെങ്കിലും എടുക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 30 വർഷം എടുക്കും. അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം പഠിക്കാനോ കഴിയുന്ന വർഷം എങ്ങനെയാണെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞൊരു 70 വർഷം എടുക്കുമെന്ന് പറഞ്ഞു. ഇതൊരു സത്യസന്ധമായ ഒരു അനുഭവമാണ്. പലപ്പോഴും നമ്മുടെ ഇവിടെ കോഴ്സ് പഠിക്കാൻ വരുന്ന പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എത്ര വേഗത്തിൽ എനിക്ക് പഠിക്കുവാൻ കഴിയും എന്നുള്ളത്. അപ്പോൾ അതിനൊരു സമയപരിധി ഉണ്ടാവും. ഇപ്പോൾ ഒരു ചെടിയുടെ വിത്തിട്ടിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിളിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? മെല്ലെ അതിന് കിളുത്ത് വരാനൊരു സമയമെടുക്കും. അല്ലാതെ നമുക്കതിനെ വിരട്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ കിളിപ്പിക്കാൻ കഴിയുമോ? ഇല്ല. എല്ലാത്തിനും അതിൻ്റേതൊരു കാലഘട്ടമുണ്ട്. അയാളുടെ അച്ഛൻ പ്രശ്നത്തിലാണെന്ന് പറയുമ്പോൾ അയാൾക്ക് എല്ലാ ദിവസവും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇനി ചിലർ പറയാറുണ്ട്, എനിക്ക് ജോലി തിരക്കുണ്ട്. അപ്പോൾ ആ ജോലി തിരക്കുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൃത്യമായി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും ഉഴപ്പിയിട്ടുണ്ടാവും. അപ്പോൾ അയാൾക്ക് പിന്നെ സമയം കൂടുകയല്ലേ ചെയ്യുക. അപ്പോൾ അച്ഛന് വയ്യാത്തപ്പോൾ വീണ്ടും 30 വർഷം ആകുന്നത് എന്തുകൊണ്ടാണ്? അയാൾ കൃത്യമായി സമയത്ത് ക്ലാസ്സിൽ എത്താത്തത് കൊണ്ടാണ്. ഇനി അയാൾ അവസാനം ചോദിക്കുന്നു, എനിക്ക് എത്രയും വേഗം പഠിക്കാൻ. അതിൻ്റെ അർത്ഥം എന്താണ്? അയാളുടെ മനസ്സ് തിരക്കിലാണ്. അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല വാൾപ്പയറ്റ് എന്ന് പറയുന്നത്. ഒരാർട്ടും അങ്ങനെ പഠിക്കാൻ കഴിയില്ല. ഒരാർട്ടും. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. അപ്പം അതുകൊണ്ട് അതിൻ്റെതായ ഒരു കാലഘട്ടം കൊടുത്ത് അതിന് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാവും. കുഴിച്ചു വെച്ചാൽ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയം അത്യാവശ്യമല്ലേ? ജീവിതത്തിൽ ചെയ്യുന്ന നല്ല പ്രവൃത്തികളും ഇതേപോലെ തന്നെ പഴങ്ങളായി ഫലങ്ങളായി നിങ്ങൾക്ക് തിരിച്ചെത്തും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.